ജിത്തു ജോസഫിന് ആദ്യമായി സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, ഈ ക്രൈം ഹേസ്റ്റ് സിനിമകളൊക്കെ. ഈ ധൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹേസ്റ്റുകൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം. ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് റിയാലിറ്റിയിൽ ഒരു സാധ്യത ഉണ്ടാവോ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് വേണ്ടില്ല, പൊതുവിൽ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ? അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, സ്മോക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ലേ, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ബസ്റ്ററാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാരെ സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടതെന്നുള്ളത് നമ്മുടെ ചോയ്സ് പോലെ ഇരിക്കും. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഒരു ഫോർമുലയാണ്, ഒരു ഇന്റർവെല്ലിൽ ഒരു പഞ്ച് വേണം, സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റിലേക്ക് പോകണം. ആ ഒരു ഫോർമുലയിലാണ് ഒട്ടുമിക്ക ത്രില്ലർ സിനിമകളും വരുന്നത്. അപ്പം അതിന്റെ ഒരു ചുവട് പിടിച്ച് ഒരു 90% സിനിമകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ഫോർമുലയിൽ തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സിനിമയൊക്കെ ഡെഫിനറ്റ് ആയിട്ടും ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾ പ്രത്യേകിച്ച്. അപ്പൊ ആ രീതിയിൽ ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കറക്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ, അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. പുറത്തുള്ള സിനിമകൾക്ക് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക, ഒരു എലിവേഷൻ, പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ അങ്ങനെ ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താരങ്ങൾ നായക നടന്മാരിൽ ഇപ്പൊ ധ്യാനേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ, അപ്പൊ നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമിൽ? നിലവില് കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ പടം, പിന്നെ ഓമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. ഒരു 10 വർഷം കൂടെ ഇങ്ങനെ പോകും. കുറച്ച് വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ നല്ല മനുഷ്യനായിട്ട് അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി.